ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ തവണ രണ്ടാമത്തെ മുട്ടുണ്ടായിരിക്കുന്ന അങ്ങ് മേളിലാണ്. മേളിലെന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ പൊക്കത്ത് കൈ പോലും ജസ്റ്റ് ബെയർലി എൻ്റെ ഫുൾ പൊക്കത്തിൽ തൊടാനേ പറ്റുന്നുള്ളൂ. അത്രയും പൊക്കത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. ചേട്ടാ നോക്കിയേ, ഒന്നും ഏകദേശം ഇതിൻ്റെ ഹൈറ്റ് മനസ്സിലാക്കണം. അങ്ങ് മേളിലാണ് പൂ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഈ പൂവിൻ്റെയാണ് ടൈം ലാപ്സ് വീഡിയോ എടുക്കാൻ പോകുന്നത് എന്ന് ശ്രമിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ പൂ. വിരിഞ്ഞു, അത് കാ പിടിച്ചു എന്ന് കരുതുന്നു. ഇത് റെഡ് വെറൈറ്റിയുടെ പൂവാണ്. ഉള്ളിൽ റെഡ് കളർ, റോസ് കളർ, മജന്ത പോലത്തെ കളർ ഫ്ലഷുള്ള വെറൈറ്റിയുടെ ആണിത്. ഈ കാണുന്നത് കാ പിടിച്ചു എന്ന് കരുതുന്നത് സെൽഫ് ഫെർട്ടിലൈസിങ് വെറൈറ്റിയാണ്. നമ്മളിതിനു മുമ്പ് ഇതിൻ്റെ പഴത്തിൻ്റെ കട്ടിങ് വീഡിയോ ഫുള്ള് മുട്ടിന്ന് പൂ വരെ ആവുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കാണുക. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാതെ. ഈ ഒരു ബഡിൻ്റെ ആണ് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നത്. ടൈം ലാപ്സ് ഇട്ടായിരിക്കും എടുക്കാൻ പോകുന്നത്. എന്തായാലും ഒരു 5-8 മണിക്കൂറത്തെ പരിപാടിയാണിത്. ഇത് രാത്രിയാണ് വിരിയുക. രാത്രി വിരിഞ്ഞാൽ ഈ സാധനം പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് മൊത്തം വാടിപ്പോവും. ഞാൻ നേരത്തെ വാടിപ്പോയിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ഇതിൻ്റെ കൂടെ കൊടുക്കാം. നിങ്ങളതൊന്ന് കണ്ടു നോക്ക്. അതുകൊണ്ട് ഇത് ഒറ്റ രാത്രിയേ ഉള്ളൂ. വെള്ളപ്പൂകളെല്ലാം രാത്രിയാണ് വിരിയാതെ വരും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് രാത്രി വിരിയും, പകലാകുമ്പോൾ ചുരുങ്ങിപ്പോവും.